ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആദ്യം തന്നെ എണീറ്റ് ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചു, കുളിക്കാൻ പോവുമായിരുന്നു. പിന്നെ പല്ലൊക്കെ തേച്ചു, ഫുഡ് കഴിച്ചു. പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ആക്കിയിട്ട് ചെയ്തതാണ്. ലോങ് വീഡിയോ ആയിരുന്നു, പക്ഷെ ഞാൻ സ്പീഡിലിട്ടിട്ട് അതൊക്കെ ഇത്രയായി. പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്ന് വൈകുന്നേരം ട്യൂഷന് പോകുമായിരുന്നു കേട്ടോ. രാവിലെ ഭക്ഷണം കഴിച്ചൊക്കെ വീഡിയോ എടുത്ത് പെട്ടെന്നൊരു വീഡിയോ ഇട്ടെടുത്തായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞിട്ട് സൈക്കിൾ ഔട്ടുന്ന വീഡിയോ ആണിത്. നമുക്കിപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങാം. ബാക്കി ഒരു 5 മിനിറ്റോളം ആ ഒരു സോങ്ങിൽ ഇതായിരുന്നു. കുറേ കാര്യങ്ങൾ കാണിച്ചു. ഞാൻ അതൊക്കെ ഇനി നോക്കിയിട്ട് വേണം പറയാൻ. ഞാൻ എൻ്റെ ഇപ്പുറത്തെ എൻ്റെ അങ്കിളിൻ്റെ വീടാട്ടോ. അപ്പോൾ ആ ഭാഗത്തിട്ടാണ് സൈക്കിൾ ഔട്ടുന്നത്. എൻ്റെ വീടിൻ്റെ ഭാഗമല്ല, വീട് കുറച്ചും കൂടി ഒന്ന് പോകണം. അപ്പോൾ ഇത് അമ്മയാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത് എനിക്ക്. അതിൻ്റെ ഇടയിൽ അനിയൻ ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ ഹോംവർക്കൊക്കെ ഉള്ളതൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷായിരുന്നു ഹോംവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് എഴുതി തീർക്കുന്നുണ്ട്. പിന്നെ രാത്രി ചപ്പാത്തി ആയിരുന്നു, പക്ഷെ കടലക്കറി ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പൂപ്പന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടലക്കറി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു കഞ്ഞി തരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചപ്പാത്തി മതി, പക്ഷേ ചപ്പാത്തി അല്ലല്ലോ, ബ്രെഡ് ഓംലെറ്റ് മതിയെന്ന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചപ്പാത്തി പരത്തുന്നൊക്കെ ഞാൻ വീഡിയോ വെറുതെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പുറത്ത് കടലക്കറി ഉണ്ട്, അപ്പുറത്ത് ചപ്പാത്തി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബിസ്ക്കറ്റ് പോയി കഴിച്ചായിരുന്നു. വിശന്നപ്പം നമുക്ക് അടുക്കളയിൽ നോക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ബ്രെഡ്. പിന്നെ ഞാൻ നോക്കുന്നത് അച്ഛനും അപ്പൂപ്പനും കടയാണല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ. ഇത് ഞാൻ ക്വിസായിട്ട് ബന്ധപ്പെട്ട് എഴുതിയത്. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, കുറച്ചൊരിതായിട്ട് പറയാം കേട്ടോ. പിന്നെ ഇതിവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ചെതലാണെന്ന് തോന്നുന്നു, മണ്ണ് പോലെ എന്തോ ഈ ഓടിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നുണ്ട്. എന്നും അത് വീഴും. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ ഇതിനി ഇവിടെ നിന്ന് മാറ്റണം. കണ്ടോ, ഒരു മണ്ണ് പോലെ. അപ്പോൾ ബാഗിലും ഷൂവിലൊക്കെ ആയിട്ടുണ്ട് ബ്രെഡ് ഓംലെറ്റിനുള്ളതൊക്കെ. ഞാനിവിടെ ഉണ്ടല്ലോ, ഇന്ന് റീഡിങ് ഡേ ആയിരുന്നു, വായനാ ദിനമായിരുന്നു. നാളെ ചിലപ്പോൾ എനിക്ക് ക്വിസ് കാണും. അപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ഞാനിവിടെ ക്വിസിൻ്റെ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയിലോട്ടല്ല കണ്ണ്, ഞാൻ എൻ്റെ ഫേസിലോട്ടാണ് കണ്ടുപോകുന്നത്. അതാണ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. ക്യാമറയിലോട്ട് കണ്ടുപോകുമ്പോൾ സ്ട്രെയിറ്റ് കാണാൻ പറ്റും. മലയാളത്തിലും ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത കേട്ടോ. പിന്നെയാണ് ബ്രെഡ് ചുടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇനിയിപ്പോഴാണ് ഓംലെറ്റ് ഇതാക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓംലെറ്റിൽ മുട്ട, ഉപ്പ്, കുരുമുളക്, സവാള. എനിക്ക് പച്ചമുളക് ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുരുമുളക് ഇടുന്നത് കേട്ടോ. സവാള എനിക്ക് കുറേ വേണം, കടിച്ച് പറിച്ച് തിന്നാൻ വേണ്ടി. കുരുമുളക് അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാം അതിനകത്ത് തന്നെ കുറേയുള്ളത്. ഭയങ്കര ലോങ് വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഈ ഇതൊക്കെ സ്പീഡിലാക്കിയിട്ട് കാണിക്കുന്നതാണ്. പിന്നെ കുറേ ഭാഗം ഞാൻ കട്ടാക്കി കളഞ്ഞിട്ടുണ്ട് ഇതിന്. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അതിനറിയാണ്ട് എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. പിന്നെ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി, അതും അതിലും വെച്ചിട്ട് കണ്ടോ അതിൻ്റെ പാടൊക്കെ. അതൊക്കെയാണ്, അങ്ങനെയാണ് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയത്. പറ്റാണ് ഇങ്ങനെയാണ്. പിന്നെ ഞാനൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ഇതാണ് കേട്ടോ നമ്മുടെ വ്ളോഗ്. എപ്പോഴും എനിക്കൊന്നും പറയാൻ കിട്ടാതാണ് പതിവ്, അതുകൊണ്ട് പാട്ടെടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് സോങ്സ് എല്ലാം. ഇപ്പോഴാണെങ്കിലും കുറേ പറയാൻ കാണും, ഇവിടെ കുറേ പറയാൻ കാണും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.